നിലമ്പൂരിലെ ടീം വർക്ക് യു.ഡി.എഫിന് മികച്ച ഗുണമുണ്ടാക്കിയെന്ന് കെ.പി.സി.സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് ചരിത്ര വിജയം നേടും. 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടം ഇത്തവണ ആവർത്തിക്കും. വാർഡുകൾ വെട്ടിമുറിച്ച് തെരഞ്ഞെടുപ്പ് നീതിപൂർവ്വം ആകാതിരിക്കാൻ ശ്രമിച്ചാലും ജനഹിതത്തിന് മുന്നിൽ ഇന്നത്തെ ഭരണ സംവിധാനം പരാജയപ്പെടും. കോൺഗ്രസിൽ ഇപ്പോൾ ഒരുമിച്ചുള്ള ടീം വർക്കാണ് നടക്കുന്നതെന്നും പുനഃസംഘടന ആലോചിച്ച് നടപ്പാക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സണ്ണി ജോസഫ് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് കെ.എം.ആറുമായി സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ കാണാം. കെ.പി.സി.സി അധ്യക്ഷനായി ചുമതലയേറ്റതിന് പിന്നാലെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന പരീക്ഷണം സണ്ണി ജോസഫിന് നേരിടേണ്ടി വന്നത്. അത് വിജയകരമായി തന്നെ അദ്ദേഹത്തിന് നേരിടാൻ സാധിച്ചു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് മുന്നിൽ വരുന്നത്, ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും. അതിൻ്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് അദ്ദേഹം കേരള വിഷൻ ന്യൂസുമായി സംസാരിക്കുകയാണ്. പ്രസിഡന്റ്, ആദ്യം തന്നെ ഒരു വലിയൊരു പരീക്ഷണത്തിലേക്കാണ് വന്ന് ചാടിയത്. അത് കൃത്യമായി തന്നെ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു അല്ലേ? അതെ, ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലാണ്. ഞാൻ ആദ്യമേ തന്നെ കെ.പി.സി.സി ചുമതല പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ല, അതിശക്തമായൊരു ടീമാണ് പുതിയ നേതൃനിരയിലുള്ളത്. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് വളരെ ശക്തമായിട്ട് തന്നെ മുന്നേറുന്നു. അതിന് നല്ല റിസൾട്ട്, നല്ല പ്രതികരണം ജനങ്ങളിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന്, യു.ഡി.എഫ് കക്ഷികളിൽ നിന്ന്, മാധ്യമങ്ങളിൽ നിന്നെല്ലാം ലഭിക്കുന്നുണ്ട്. ഈ ടീം വർക്കിൽ, ഹാർഡ് വർക്കിൽ ഞങ്ങൾ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ മുന്നേറും. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. എത്ര ഭരണവിരുദ്ധ വികാരമുണ്ടായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ മറ്റൊരു രീതിയിലാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഇനി അതിനെ എങ്ങനെ നേരിടാനാണ്? കേരളത്തിൽ അനുഭവമുണ്ട്. 2010 തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇന്ന് VS ഗവൺമെൻറ്റാണ്. യു.ഡി.എഫിന് ചരിത്ര വിജയം നൽകിയതാണ് 2010 തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഇപ്രാവശ്യം വാർഡുകൾ വെട്ടിമുറിച്ച് തെരഞ്ഞെടുപ്പ് നീതിപൂർവം ആകാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എങ്കിൽ പോലും ജനഹിതത്തിൻ്റെ മുൻപിൽ ഇന്നത്തെ ഭരണ സംവിധാനം പരാജയപ്പെടും, പരാജയം സമ്മതിക്കും. ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമാണുള്ളത്. കെ.പി.സി.സി അതിന് തയ്യാറായി കഴിഞ്ഞു. ഒപ്പം തന്നെ ഈ പുനഃസംഘടന പെട്ടെന്നുണ്ടാകുമ്പോൾ മറ്റൊന്ന് ഈ കെ.പി.സി.സി പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനുമുള്ള മുന്നൊരുക്കങ്ങൾ ശക്തമായി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ക്യാമറ പേഴ്സൺ സജീത് റൈലിനൊപ്പം റിയാസ് കെ.എം.ആർ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.